നമസ്കാരം പ്രിയമുള്ളവരെ. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒപ്പം തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനായ CP റാഷിദും പറഞ്ഞതുപോലെ 100 സീറ്റ് കടക്കുവാനുള്ള സാധ്യതകൾ UDFിനുണ്ട് എന്നതാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും മലപ്പുറവുമായി ബന്ധപ്പെട്ട LDFിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വിശകലനം വരുമ്പോൾ അവിടെ 2 സീറ്റുകളിൽ മാത്രമാണ് LDFിന് വിജയപ്രതീക്ഷ. അത് തവന്നൂരും പൊന്നാനിയുമാണ്. പക്ഷേ തവന്നൂരിൽ 2500-നും 5000 വോട്ടുകൾക്കും ഇടയിലാണ് LDF വിജയം പ്രതീക്ഷിക്കുന്നതായിട്ടാണ് അവരുടെ വിശകലനം വരുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഒരുപക്ഷെ പൊന്നാനി എന്ന ഒരൊറ്റ സീറ്റ് കൊണ്ട് LDF തൃപ്തിപ്പെടേണ്ടി വരും. കോഴിക്കോട് എടുക്കുകയാണെങ്കിൽ കോഴിക്കോട് CPMൻ്റെ തെരഞ്ഞെടുപ്പ് വിശകലനം മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അവർ ഉറപ്പിച്ചു പറയുന്നത് കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ, ഏലത്തൂർ എന്നീ സീറ്റുകൾ ആണ്, ബാലുശ്ശേരി എന്നീ സീറ്റുകളാണ്, 5 സീറ്റുകളാണ്. ബാക്കിയുള്ള സീറ്റുകളിലൊക്കെയും ടൈറ്റ്, വളരെ നെക്ക് ടു നെക്ക് മത്സരം നടന്നിട്ടുണ്ട് എന്ന് LDF സമ്മതിക്കുന്നുണ്ട്. ഒരുപക്ഷെ നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര, കൊയിലാണ്ടി, കുന്നമംഗലം എന്നീ സീറ്റുകൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയും LDF കാണുന്നുണ്ട്. അതായത് കോഴിക്കോട് ജില്ലയിൽ UDFിൻ്റെ ഒരു അപ്രമാദിത്യം ഉണ്ടാകും എന്നു തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. തിരുവമ്പാടിയും ഒപ്പം കോഴിക്കോട് സൗത്തും കൂടി നഷ്ടപ്പെട്ടേക്കാമെന്ന് LDF ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 7-8 സീറ്റുകൾ ഒരു പക്ഷേ കോഴിക്കോട് ജില്ലയിൽ നിന്ന് UDF നേടിയേക്കാം എന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ആലപ്പുഴ ജില്ലയിലെ സ്ഥിതിവിവര കണക്കുകൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ LDF അവരുടെ ജില്ലാ കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് അരൂരിൽ 600-ൽ പരം വോട്ടുകൾക്ക് പിന്നിലാണ്. ബൂത്ത് കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ദലീമ, അവിടുത്തെ LDFിൻ്റെ സ്ഥാനാർത്ഥി, കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനിക്കാൽ എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. കുട്ടനാട് LDFിന് നഷ്ടപ്പെടുവാനാണ് സാധ്യത. അമ്പലപ്പുഴയിൽ അവിടെ G സുധാകരൻ ഇഫക്റ്റ് CPMന് തിരിച്ചടിയാകുന്നു. അമ്പലപ്പുഴയിൽ നേരിയ ഭൂരിപക്ഷത്തിന് G സുധാകരൻ LDFിൽ നിന്ന് UDFിലെത്തിയ പ്രമുഖനായ CPM നേതാവ് വിജയിക്കും എന്ന വിശകലനത്തിൽ CPM എത്തുന്നു എന്ന വിശകലനം പുറത്തു വരികയാണ്. അതായത് ജില്ലകളുടെയൊക്കെ കണക്ക് പുറത്തു വരുമ്പോൾ തുടർഭരണത്തിന് സാധ്യതയില്ല. LDFിലേക്ക് ഒരു വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. UDF അനുകൂല തരംഗമല്ല, ഒരുപക്ഷെ അതൊരു സുനാമിയായി തന്നെ രൂപപ്പെട്ടേക്കാം എന്ന വിവരങ്ങൾ തന്നെയാണ് വരുന്നത്. തൃശ്ശൂർ ജില്ലയെക്കുറിച്ചുള്ള LDFിൻ്റെ അവലോകനത്തിൽ തൃശ്ശൂർ, മണലൂർ, വടക്കാഞ്ചേരി എന്നീ സീറ്റുകൾ നഷ്ടപ്പെടും. പക്ഷേ ചാലക്കുടി തിരികെ പിടിക്കുമെന്നാണ്. നാട്ടികയിൽ CC മുകുന്ദൻ, അതായത് CPയിൽ നിന്ന് BJPയിലെത്തിയ നിലവിലുള്ള MLA അവിടെ 2ാം സ്ഥാനത്തെത്തും എന്ന ഒരു വിശകലനം LDF നടത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് ഒരു തിരിച്ചടിയാണ്. കാരണം CC മുകുന്ദൻ ആദ്യം സമീപിച്ചത് കോൺഗ്രസിനെ ആയിരുന്നു. കോൺഗ്രസ് അദ്ദേഹത്തെ ഇടയ്ക്ക് ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്ന ഒരു സമീപനമൊക്കെ ഉണ്ടായെങ്കിലും അവസാനം കോൺഗ്രസ് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം BJPയിൽ പോയത്. ഒരുപക്ഷെ കോൺഗ്രസ് സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ നാട്ടിക കൂടി കോൺഗ്രസിലേക്ക് വരുമായിരുന്നു എന്ന ഒരു രാഷ്ട്രീയ വിശകലനമാണ് ഒരുപക്ഷെ CC മുകുന്ദൻ BJPയിൽ നിന്നിട്ട് അവിടെ 2ാം സ്ഥാനത്തെത്തും എന്ന ഒരു സ്ഥിതിവിശേഷം വരികയാണെങ്കിൽ ഉണ്ടാകുക എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. CPIയുടെ ചില വിശകലനങ്ങളും പുറത്തു വരുന്നുണ്ട്. CPIയുടെ വിശകലനം അനുസരിച്ച് ചടയമംഗലം കൈവിട്ടു പോകുമെന്നാണ്. ചടയമംഗലത്ത് മന്ത്രി ചിഞ്ചുറാണി വലിയ മത്സരം നടത്തിയിട്ടുണ്ട്. എങ്കിലും അവിടെ MM നസീർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് അവർ പരാജയപ്പെടുവാനുള്ള സാധ്യതയുണ്ട് എന്ന് CPIയുടെ റിപ്പോർട്ട് വരികയാണ്. അങ്ങനെയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ വലിയ തിരിച്ചടിയാണ് LDFിനെ കാത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ പത്തനാപുരത്ത് മന്ത്രി KB ഗണേഷ് കുമാർ പരാജയപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കൂടി അത് പോയേക്കാം എന്ന ഒരു വിശകലനം പുറത്തു വരുന്നുണ്ട്. പീരുമേട് നഷ്ടപ്പെടുമെന്ന് CPIയുടെ വിശകലനം വരുന്നു. പട്ടാമ്പി, അതും അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം പട്ടാമ്പിയിൽ UDFിൽ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാണ്. അവിടെ മുഹമ്മദ് മുഹസിൻ വിജയിക്കും എന്ന ഒരു രാഷ്ട്രീയ വിശകലനം ഉണ്ടായിരുന്നതാണ്. പക്ഷേ പട്ടാമ്പിയും CPI നഷ്ടപ്പെടും, അവിടെ മുഹമ്മദ് മുഹസിൻ പരാജയപ്പെടും എന്ന രീതിയിലാണ് വിശകലനം ചെയ്തത്. അടൂരും അങ്ങനെ തന്നെയാണ്, CPIക്ക് നഷ്ടപ്പെടും എന്ന രീതിയിലാണ് അവരുടെ വിശകലനം വരുന്നത്. കോട്ടകൾ പലരും തകരും എന്ന രീതിയിൽ തന്നെയാണ് CPIയുടെ വിശകലനം വരുന്നത്. മുസ്ലിം ലീഗിൻ്റെ വിശകലനം അത് കുറച്ചുകൂടി ആത്മവിശ്വാസത്തിലൂന്നുന്നതാണ്. അവർ പറയുന്നത് 20 മണ്ഡലങ്ങളിൽ കുറഞ്ഞത് ജയിക്കും, വലിയ തരംഗമുണ്ടെങ്കിൽ 25 മണ്ഡലങ്ങൾ വരെ പോകും എന്നാണ്. അതായത് 2 മണ്ഡലങ്ങൾ മാത്രമേ അവർ തോൽക്കുവാനുള്ള സാധ്യത കാണുന്നുള്ളൂ. അത് ചേലക്കരയും പുനലൂരുമാണ്. കടുത്ത മത്സരം പേരാമ്പ്രയിലും അഴീക്കോടും കൂത്തുപറമ്പിലും കളമശ്ശേരിയിലും നടക്കുന്നു എന്ന ഒരു നിഗമനത്തിലാണ് ലീഗ് എത്തുന്നത്. 2 സീറ്റുകൾ ഒരുപക്ഷെ അവർക്ക് നഷ്ടപ്പെട്ടേക്കാനുള്ള സാഹചര്യം മാത്രമേ ഉള്ളൂ എന്ന നിലയിലാണ് വരുന്നത്. തിരുവനന്തപുരം ജില്ലയെ പറ്റി പറയുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ 9 പ്രാവശ്യം തുടർച്ചയായി LDF വിജയിക്കുന്ന വാമനപുരം അത് UDF പിടിച്ചെടുക്കും എന്ന രാഷ്ട്രീയ നിഗമനം തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്. പ്രത്യേകിച്ചും
കേരളത്തിൽ ഒരു അനുകൂല തരംഗം UDF-ന് അനുകൂലമായി രൂപപ്പെട്ടിട്ടുണ്ട് എന്ന രാഷ്ട്രീയ വിശകലനത്തോട് യോജിച്ചു പോകുന്ന വിശകലനങ്ങൾ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത്. പ്രത്യേകിച്ചും ദീപികയുടെ മുഖപത്രത്തിൽ ഇലക്ഷൻ്റെ അന്ന് വന്നു എന്ന് PC ജോർജൊക്കെ ആരോപിക്കുന്ന ഒരു ആരോപണം, അത് UDF-ന് അനുകൂലമായി ദീപിക ലേഖനം എഴുതി എന്നതുമായി ബന്ധപ്പെട്ടാണ്. അതുമായി ഒക്കെ ബന്ധപ്പെട്ട ചില ചർച്ചകളും അവലോകനങ്ങളും ഒക്കെ കാണിക്കുന്നത് വളരെ വ്യക്തമായി തന്നെ കത്തോലിക്ക നേതൃത്വം മഠങ്ങളോടുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിയിരുന്നു UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന്. മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ വളരെ കൃത്യമായി തന്നെ UDF-ന് അനുകൂലമായി ഏകീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UDF മലബാറിലും മധ്യ കേരളത്തിലും വലിയ വിജയം നേടും എന്ന രാഷ്ട്രീയ വിശകലനം പുറത്തു വരുന്നുണ്ട്. ഒപ്പം ശബരിമല പ്രശ്നം അത് അവസാന നിമിഷം പ്രചരണ രംഗത്തേക്ക് UDF-ന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതും UDF-ന് നേട്ടമാകും. പ്രത്യേകിച്ചും BJPക്ക് സാധ്യതയുള്ള നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദം BJPക്ക് അനുകൂലമായി വോട്ട് വികേന്ദ്രീകരണം നടത്തിയെങ്കിൽ മറ്റുള്ള മണ്ഡലങ്ങളിൽ BJP പരാജയപ്പെടും എന്നതുകൊണ്ട് തന്നെ, അങ്ങനെ വോട്ട് വിനിയോഗിച്ചാലും BJP വിജയിക്കാൻ സാധ്യതയില്ല എന്നതുകൊണ്ട് തന്നെ 2019 പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പോലെ അത് കോൺഗ്രസിന് അനുകൂലമായി വീണിട്ടുണ്ട് എന്ന ഒരു രാഷ്ട്രീയ നിഗമനം നടത്തപ്പെടുകയാണ്. എന്തായാലും ശബരിമല ഇഷ്യൂവും അത് UDF-ന് അനുകൂലമായ ഒരു തരംഗത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു എന്ന രാഷ്ട്രീയ വിശകലനം വരുന്നുണ്ട്. പ്രത്യേകിച്ചും BJPയുടെ രാഷ്ട്രീയ വിശകലനം ഈ അവസരത്തിൽ വരുന്നുണ്ട്. അവർ പറയുന്നത് പിടിക്കുവാൻ സാധ്യതയുള്ള 6 സീറ്റുകൾ, അത് നേമം, കഴക്കൂട്ടം പോലെയുള്ള സീറ്റുകളാണ്. തിരുവനന്തപുരം ജില്ലയിൽ 3 സീറ്റ് നേമം, കഴക്കൂട്ടം, ഒപ്പം ആറ്റിങ്ങലാണ്. ചാത്തന്നൂർ കൊല്ലം ജില്ലയിൽ നിന്നാണ്. മഞ്ചേശ്വരം കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. മഞ്ചേശ്വരത്ത് ചില അനിശ്ചിതത്വമുണ്ട്, അതിൻ്റെ വിധി എങ്ങനെ പോകുമെന്ന് പറയുവാൻ കഴിയില്ല എന്ന ചില വിശകലനങ്ങൾ വരികയാണ്. എങ്കിലും BJPയുടെ ഹെഡ് ലിസ്റ്റിലുള്ള അവർ പിടിക്കുമെന്ന് പറയുന്ന 6 or 7 സീറ്റിൽ 6 സീറ്റും LDF-ന്റെ പക്കൽ നിന്നാണ് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ BJP പ്രതീക്ഷിക്കുന്ന ഒരു സീറ്റ് കൂടി BJPക്ക് ലഭിച്ചാൽ അതും LDF-നെ സംബന്ധിച്ച് തിരിച്ചടിയാകും. പക്ഷേ അവസാന നിമിഷ വിശകലനങ്ങൾ വരുന്നത് BJPക്ക് നേമത്ത് മാത്രമേ വിജയം ഉറപ്പിക്കുവാൻ കഴിയൂ എന്നാണ്. ഒരു പക്ഷേ കഴക്കൂട്ടം കൂടി നേടിയേക്കാം എന്ന ഒരു വിശകലനം വരുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയെപ്പറ്റി പറയുകയാണെങ്കിൽ അവസാന നിമിഷം UDF പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ വിജയം അവരെ തേടിയെത്തുന്നു എന്ന രാഷ്ട്രീയ നിഗമനം തന്നെ പുറത്തു വരികയാണ്. നെയ്യാറ്റിക്കരയും അരുവിക്കരയും കാട്ടാക്കടയും ഒരുപക്ഷെ UDF പിടിച്ചെടുത്തേക്കാം എന്ന വിശകലനം വരുന്നുണ്ട്. നേരത്തെ തിരുവനന്തപുരത്ത് ഒപ്പം കോളവും മാത്രമായിരുന്നു UDF-ന് കിട്ടും എന്ന് തിരുവനന്തപുരം ജില്ലയെക്കുറിച്ച് UDF-ന്റെ തന്നെ വിലയിരുത്തലുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ 7-ൽ അധികം സീറ്റുകൾ ഒരു പക്ഷേ UDF നേടിയേക്കാം എന്ന രാഷ്ട്രീയ വിശകലനം തിരുവനന്തപുരത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. 2 സീറ്റുകൾ ഒരു പക്ഷേ BJP നേടിയേക്കാം, അത് നേമവും ഒപ്പം കഴക്കൂട്ടവുമാണ് എന്ന വിശകലനം പുറത്തു വരുന്നുണ്ട്. അതായത് എല്ലാ ജില്ലകളിലും ഒരുപക്ഷെ UDF-ന്റെ ഒരു മേധാവിത്വം ഉണ്ടായേക്കാം എന്ന രാഷ്ട്രീയ നിഗമനം തന്നെയാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതുപോലെ 100 കടന്നുള്ള ഒരു ഇലക്ഷൻ റിസൾട്ട് UDF-ന് ലഭിച്ചേക്കാം. നിങ്ങളുടെ മണ്ഡലങ്ങളിൽ ആർക്കാണ് വിജയപ്രതീക്ഷ എന്ന് ദയവായി കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ജയ് ഹിന്ദ്.